വന്നടി എന്ന് വെച്ചാൽ വന്നടി. ഒരു വശത്ത് ജാസ്മിൻ ഉണ്ട്, നോറയുണ്ട്, സിബിനുണ്ട്, അതുപോലെ തന്നെ ജിൻഡോ ഉണ്ട്. വമ്പൻ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സായിയുടെ ഒരു ഗെയിം എനിക്ക് മനസ്സിലായത് പുള്ളിയുടേതല്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി പിടിക്കണ്ട എന്ന് വെച്ചാൽ പുള്ളിക്ക് നേരെ വരുന്നതാണെങ്കിൽ മാത്രം പിടിക്കും. ബാക്കി അവിടെ ആരടി കൂടിയാലും സായി കയറി പോകാറില്ല. സായിയുടെ ഇതുവരെയുള്ള ഒരു ഗെയിമിനെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ്. സായി നൈസിനെ നോക്കും, ഇത് എനിക്ക് പറ്റിയതാണോ അല്ല എന്നാ പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്കിന് നൈസിനെ സ്കൂട്ടായി പോകുന്ന ആളാണ്. അപ്പൊ സായിയുടെ നേരെ വരികയാണെങ്കിൽ മാത്രമേ സായി റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സായിയുടെ ഒരു ഗെയിം അങ്ങനെയാണ്. അപ്പൊ സായി ഈ നെക്സ്റ്റ് റൂമിലേക്ക് ഇങ്ങനെ പതുക്കെ തലയിട്ട് നോക്കുന്നുണ്ടേ. തലയിട്ട് നോക്കിയപ്പോ സംഗതി പന്തേടാണ്. ഇവിടെ നിന്നാൽ ഞാനും കൂടെ ഏറി പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സായി പതുക്കെ അവിടുന്ന് സ്കൂട്ടായി നേരെ പുറത്ത് സോഫയിൽ പോയി അർജുന്റെയും ശ്രീധുവിന്റെ അടുത്തിരുന്നു. സായിയുടെ ഒപ്പം അത്യാവശ്യം നല്ല കമ്പനിയാണ് ഈ പറയുന്ന നമ്മുടെ നന്ദന. അവർ തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. സോ അവര് തമ്മിൽ അവിടെ പോയി സംസാരിച്ചോണ്ടിരിക്കുമ്പോ സായി പറയുന്നുണ്ട്, അകത്ത് ഫുൾ കച്ചറ, ഞാൻ അവിടെ നിന്ന് നൈസിലിങ് സ്കൂട്ടായി പോകുന്നുണ്ട്. അപ്പൊ സായിയുടെ ഒരു ഗെയിം നമുക്ക് ഇവിടെ മനസ്സിലാവും. അവിടെ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും സായിയെ ബാധിക്കാത്തതാണെങ്കിൽ അതിൽ കയറി പിടിക്കില്ല എന്നുള്ളതാണ് സായി